ഗൈസ് അപ്പോൾ ഇങ്ങോട്ട് ഇവിടെ ഉണ്ട് കേട്ടാ. ഇതവിടെ അമ്മൂമ്മയുണ്ട്, അമ്മയുണ്ട്. അപ്പോൾ ഇവരാണ് ഇപ്പോൾ ദൂരത്തുനിന്ന് വന്നിരിക്കുന്നത്. സേലത്ത് വന്നത് അമ്മൻ്റെ അനിയത്തിയാണ് കേട്ടാ. അപ്പോൾ വളകാപ്പിനെ കണ്ടിട്ടുണ്ടാവല്ലോ. അതെ, വളകാപ്പിനെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അവരെന്തിനാണ് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതായത് മോളിലെ കല്യാണമാണ്. അപ്പോൾ കല്യാണം വിളിക്കാണ്ട് വന്നല്ലോ അവേ. അപ്പോൾ കല്യാണം വിളിക്കാൻ അവർ ഇന്നലെ രാത്രി വന്നു. ഇനിയിപ്പോൾ നാളെ പോകില്ലേ? നാളെയല്ലേ പോണ്? നാളെ ഭാരതേ, ഭാരത ഇന്ന് നോക്കേ, അവര് ഓട്ടി. അവന് ഈ ഇടയിൽ കണ്ടിട്ടുണ്ടോ? നമ്മൾ നെല്ലിയാമ്പതി പോയ ടൈമിൽ അവനുണ്ടായിരുന്നു. അവനും കൂടെ അവൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടീൻ്റെ കല്യാണമാണ്. ഇനിയിപ്പോൾ അടുത്ത മാസമാണല്ലോ അവൻ. അപ്പോൾ സേലത്താണ് അവര്. അമ്മൻ്റെ അനിയത്തി തന്നെ കേട്ടാ. ആന്ന് വീഡിയോ എടുക്ക എല്ലാരും ഇരിക്കുക പറഞ്ഞപ്പോഴേ വാ ഇരിക്കൊണ്ട് ഫസ്റ്റ് വന്നിരുന്ന ആളാണ് ഇവിടെ ഇരിക്കുന്നത്. വേണ്ട, ഇവിടെ ഒളിഞ്ഞു നിൽക്കുന്ന ഒരാള്. ഇവനെ കണ്ടിട്ടില്ലേ നിങ്ങള്? ഇവിടെ നോക്ക്, അവന് മടിയായി. ഇവര് നമ്മള് നെല്ലിയാമ്പതി എവിടെ നിന്നൊന്ന് കാണട്ടെ. അപ്പോ അവരിന്ന് പോവുന്നുണ്ട്. ഇന്ന് പോയിട്ട് വേറെ എവിടെയും കൊണ്ട് കല്യാണം വിളിക്കാണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണ് നാളെ അവർ സേലത്തേക്ക് പോകും. കല്യാണം വിളിച്ചതിന് നേരെ അമ്മമ്മേടേക്ക് പോയിട്ട് നാളെ ഒരു സ്ഥലത്തേക്ക് പോട്ടാ. അപ്പോൾ അവർ പോകുന്ന സമയത്ത് അങ്ങനെ എന്താണ് സ്ഥലവും കാര്യങ്ങളൊക്കെ എടുത്ത് അവർ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും അത് കാണിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വന്നാണ്. അപ്പോൾ ഇതാ കിണർ നോക്കാൻ വേണ്ടി പോകണ്ട അല്ലേ. ഇപ്പോൾ ഈ വാദിച്ചില്ലേ ഒരിക്കൽ ഇവിടെ വരുന്ന സമയത്ത് ഒരു ചേരപ്പാമ്പ് ഇവിടെ നിന്ന് പോയി. അതിനാണ് ഇപ്പോൾ ഇത്ര പേടിച്ചിട്ടിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെയൊക്കെ ഒഴിച്ചിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വെട്ടി ഒഴിക്കും. പൊയ്ക്കോ, ഇവിടെ അത്രയേ ഉള്ളൂ. ഇതാണ് വാദിച്ച് പേടിച്ചിട്ട് നിൽക്കുന്നത്. പാമ്പൊന്നും ഇല്ലോ, ഓട്ടിക്കോ ഗൈസ്. അപ്പോൾ എന്താണ് ഞങ്ങൾ കിണർ പണീൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ടുള്ളത് ഇട്ടിട്ടില്ലല്ലോ. ബാക്കി എന്തായി എങ്ങനെയാണെന്നുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വന്ന സമയത്ത് ഞങ്ങൾ എന്തായാലും അതും കാണിച്ചു തരാം. അപ്പോൾ കിണർ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാണിപ്പോൾ നമ്മുടെ ഫൈനൽ ഇതിലോ ഫൈനൽ ലുക്ക് എന്നല്ല, ഫൈനൽ ടോട്ടൽ പണിയൊക്കെ ഉണ്ട്. പണി കഴിഞ്ഞിട്ട് ഏകദേശം 2 മാസം 3 മാസം ആവും അല്ലേ? 3 മാസമൊക്കെ ആവും. അപ്പോൾ അത്രയും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നെറ്റൊക്കെ ഇട്ട് മൂടിയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു അവസ്ഥ കാണിച്ചു തരാം കേട്ടോ. വെള്ളപ്പം കണ്ടില്ലേ? ഇപ്പോൾ ഇത് എത്ര നിൽക്കുന്നുണ്ട്. നമ്മളിവിടെ നല്ല മഴ ഉണ്ടായിരുന്ന സമയത്ത് ഈ പടവ് വരെ, അതായത് ലാസ്റ്റ് പടവ് വരെ ഫുള്ളായിട്ട് വെള്ളം കയറി നിൽക്കണമായിരുന്നു അവ. ഇപ്പോൾ വെയിലും കാര്യം അടിച്ച സമയത്ത് കുറച്ചൊന്ന് ഇറങ്ങി. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല. നമ്മൾ വേനൽക്കാലത്താണ് കിണർ കുഴിച്ചത്. അപ്പോൾ ആ സമയത്തിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ കുഴിക്കലും കാര്യങ്ങളൊക്കെ നിർത്തിയത്. അപ്പോൾ ഈ കല്ല് വന്നിട്ട് നല്ല റേറ്റ് ആണ്. അത് നമ്മൾ നോർമലി തറ കെട്ടുന്ന കല്ലല്ലേ, ഇതൊരു ഷേപ്പ് ചെയ്തിട്ട് വരുന്ന കല്ലാണ്. അപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് കരിങ്കല്ല് വേണമെന്നുള്ള രീതിയിൽ കുറച്ച് കിണറല്ലേ, കുഴപ്പമില്ലാന്ന് വിചാരിച്ചിട്ട് കിണറിന് ഞങ്ങൾ ഒന്നും നോക്കാതെയാണ് ചെയ്ത് കിട്ടുക. കാരണം കരിങ്കല്ലും വേണം, കുറച്ച് വൃത്തിയും വേണമെന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്താണ്. എന്തായാലും അത് കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ച പോലെ അടിപൊളിയായിട്ട് വെള്ളം നല്ല അടിപൊളി വെള്ളമാണ്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ് നല്ല ഫിനിഷിങ് ആയപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കിണർ വർക്കും കാര്യങ്ങളില്ലാതെ അത് ഞങ്ങൾ ഓൾറെഡി അവരവിടെ കണ്ടിട്ടാണ് അവരെ തന്നെ വിളിച്ചത്. അപ്പോൾ കിണറിൻ്റെ ഫൈനൽ ഇതാണ്. ഇനിയിപ്പോൾ അവർ നോക്കി സ്ഥലമൊക്കെ നോക്കി ഇനിയിപ്പോൾ അവരെ കൊണ്ട് അമ്മൂമ്മനെ അവിടെ വിടണം. അതിൻ്റെ പിന്നെ അവർ കല്യാണം വിളിയും കാര്യങ്ങളൊക്കെ അവർ തുടങ്ങുമല്ലോ. പിന്നെ ഞങ്ങളിങ്ങനെ തിരിച്ചു വരും. അതായിരിക്കും, അത് ഇവിടെ അല്ല, പുറത്താണ്. പിന്നെ അതുപോലെ തന്നെ അമ്മ വെച്ച് കഴിഞ്ഞാൽ അമ്മ 2-3 ദിവസം മുമ്പ് പോയതാണ്. അവർ വന്ന സമയത്ത് പിന്നെയും വീട്ടിലേക്ക് വന്നതാണ്. ഇനിയിപ്പോൾ അമ്മയും ഇന്ന് പോകുമല്ലോ. അമ്മ ഇന്ന് പോകും. പിന്നെ ഞാൻ ഇങ്ങോട്ട് വായിച്ച് മാത്രമേ അവിടെ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അതിനെ കൊണ്ട് വിടാം. നമ്മൾ പിന്നെ കറണ്ടിൻ്റെ കണക്ഷൻ എടുത്തു കൂട്ടാ. നമ്മൾ പറഞ്ഞിട്ടില്ല. ഇല്ലല്ല ഗൈസ്, ഇത് കാണുമ്പോൾ ഷെഡ് പോലെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം അത് വൃത്തിയേടാക്കി. അതായത് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ നോർമലി ഒരു കെട്ടുകാരൻ്റെ ഒരു ഇതിൽ കണക്കിന് ഇതിൽ അറിയുന്നില്ല കേട്ടോ ഗൈസ്. ഞാൻ മണ്ണക്കെട്ട് ഫില്ല് ചെയ്യാൻ അറിയില്ല. അതായത് അടിയിൽ നമ്മൾ കുഴിയൊക്കെ എടുക്കുന്ന സമയത്ത് വാട്ടർ ലെവൽ നോക്കിയിട്ടാണ് ഒരു എന്ത് കെട്ടുകയാണെങ്കിലും ചെയ്യാം. നമ്മൾ കൂലിക്ക് വെച്ചിട്ട് ചെയ്യുന്നതല്ലേ. അതൊന്നും നോക്കാതെ നല്ല വൃത്തിയായിട്ട് കെട്ടിയ സംഭവമാണ്. അത് ഞങ്ങൾ പിന്നെ ഒപ്പിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഉള്ളിൽ നിന്ന് കാണുമ്പോൾ അറിയാം. ഇത് കണ്ട കെട്ട് കണ്ട പോയിരിക്കുന്നത്. ഇങ്ങനെയാണ് അവസ്ഥ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അതല്ലാത്തതുകൊണ്ട് നമുക്ക് സാധനങ്ങൾ അത്യാവശ്യം കണ്ടംപററി സ്റ്റൈലാക്കി തരും. അപ്പം പിന്നെ സാധനങ്ങൾ വെക്കാനുള്ള എന്നുള്ള രീതി നമ്മൾ പിന്നെ വിട്ടില്ലേ. പിന്നെ അതിനെ തന്നെ കൊണ്ട് അഴിച്ച് പണിയെടുപ്പിച്ചിട്ടുണ്ടാവും. കാരണം നമ്മൾ കൂലി കൊടുക്കണല്ലേ. അപ്പം അതിൻ്റെ വേദന നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ കറണ്ട് കണക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അവിടെ നിന്ന് ടോട്ടലി ഉള്ളു വരെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണല്ലോ എടുത്ത്. അപ്പം എന്തായാലും അതും കിട്ടി. നമ്മൾ പോസ്റ്റ് ഇടേണ്ടത് കാരണം ഒന്നാമത് ഇടയിലൊന്നും വീടില്ല.
5 നമുക്ക് 1 2 3 4 5 പോസ്റ്റ് ടോട്ടൽ. നമ്മൾ തന്നെ എടുക്കും. പിന്നെ 2 സ്റ്റേ കമ്പിയും വന്ന് അങ്ങനെ 5 പോസ്റ്റ്. കുഴപ്പമില്ല. എന്നാലും നമുക്ക് എന്താണ് മെയിൻ സംഭവങ്ങൾ വെള്ളവും കറണ്ടുമാണ്. നോക്കിയില്ല അല്ല, പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. നമുക്ക് മെയിനായിട്ട് സംഭവം വെള്ളവും കറണ്ടുമാണ്. അപ്പോൾ നമുക്ക് അത് രണ്ടും സെറ്റായിട്ട് കിട്ടിയില്ലോ അവേ. അപ്പോൾ എന്തായാലും ഗൈസ് ഇനിയിപ്പോൾ അവരെ കൊണ്ടുവിടാൻ പോവാം ഗൈസ്. അപ്പോൾ അമ്മൂമ്മൻ്റെ അവിടെ വന്നു, അവരെ വിട്ടൂലോ അവേ. അപ്പോൾ അതാ അവർ പോകണു കേട്ടോ, അവർ വിട്ടു. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് അവർ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അമ്മനെയും കൊണ്ട് വിടുക, കടിക്കുന്നതാ.